Hi friends, welcome to Hajas Classes. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ മറ്റൊരു സീരീസ് 2ആണ്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ യൂട്യൂബിലൂടെ പഠിച്ചു പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഏറ്റവും മികച്ച മെറ്റീരിയൽസ് തന്നെയാണ് നമ്മൾ ലഭ്യമാക്കുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് 2025 ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് MCQ ടൈപ്പിലൂടെ പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? നിങ്ങൾ പറ, എത്രയാണ്? ഇത് ഓപ്ഷൻ 96, 86, 75, 101. ഉത്തരം കമൻ്റായി ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിടക്കാം. ഉത്തരം എന്ന് പറയുന്നത് 96 എത്രയാണ്? 96. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് എത്രയാണ്? 96 എന്ന് മനസ്സിലാക്കുക. എത്രയാണ്? 96. ആകെ 180 രാജ്യങ്ങളാണ് ഈ ഒരു കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എത്രയാണ്? 180 രാജ്യങ്ങളാണ്. അതിൽ 96ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. 96ാമത്തെ സ്ഥാനം. ഇനി ഒന്നാമത്തെ സ്ഥാനം ചോദിച്ചാൽ അത് ഡെൻമാർക്കാണ്. ഒന്നാമത് ഡെൻമാർക്കാണ്. എന്നാൽ ഏറ്റവും അവസാനം ചോദിച്ചാൽ സൗത്ത് സുഡാനാണ്. ഏറ്റവും അവസാനത്തെ രാജ്യം സൗത്ത് സുഡാൻ. ആരാണ് ഈ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്? ഇത് ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ ആണ് ഈ ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ആരാണ്? ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ. അപ്പോൾ കൃത്യമായി പോയിന്റ് ഔട്ട് ചെയ്ത് പോവുക. അതായത് കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് 2024 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 96. ആകെ 180 രാജ്യങ്ങൾ. ഒന്നാമത് നിൽക്കുന്നത് ഡെൻമാർക്ക്, ഏറ്റവും അവസാനം സൗത്ത് സുഡാൻ എന്ന് വ്യക്തമായിട്ട് തന്നെ ഇവിടെ മനസ്സിലാക്കിയിട്ട് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം എങ്ങനെയാണ്? വാനുവാട്ടു രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായതാരാണ്? വാനുവാട്ടു രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് വിക്ടർ ഓർബാൻ, അതുപോലെ ജോതം നബദ്, ജെയിംസ് മരാപ്പെ, റോബർട്ട് അബേല. ഇങ്ങനെ 4 പേരുകളാണ്. ആരാണ് വാനുവാട്ടു രാജ്യത്തിന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത്? ഉത്തരം ജോതം നബത്ത് ആണ്. ആരാണ്? ജോതം നബത്ത് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഇതാ ഈ ഫോട്ടോയിൽ കാണുന്ന ആ വ്യക്തിയാണ് ജോതം നബത്ത് എന്ന് പറയുന്നത്. ഈ വാനുവാട്ടു എന്ന് പറയുന്നത് ദക്ഷിണ പസഫിക് മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ്. ദക്ഷിണ പസഫിക് മഹാസമുദ്രത്തിലെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് വാനുവാട്ടു എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടുത്തെ പ്രധാനമന്ത്രിയായാണ് ജോതം നബദ് ചുമതലയേറ്റിരിക്കുന്നത്. ആരാണ്? ജോതം നബദാണ് എന്ന് മനസ്സിലാക്കുക. ജോതം നബദ്. അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇങ്ങനെയാണ്: ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായത് ഗ്യാനേഷ് കുമാർ, തുഹിൻ പാണ്ഡെ, രാജേഷ് നിർവാൻ, ജ്ഞാനേന്ദ്ര പ്രതാപ്. ആരാണ്? ഈ 4 പേരിൽ ആരാണ് എന്നാണ് ചോദ്യം. ഉത്തരം കമന്റ് ചെയ്യുക. ഓക്കെ, ഉത്തരം എന്ന് പറയുന്നത് രാജേഷ് നിർവാനാണ്. രാജേഷ് നിർവാനാണ് എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ഡയറക്ടർ ജനറലായി നിയമിതനായിരിക്കുന്ന വ്യക്തി. ആരാണ്? രാജേഷ് നിർവാൻ IPS കാരനാണ്. രാജേഷ് നിർവാൻ IPS ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആ ഫോട്ടോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇങ്ങനെയാണ്: ഡോഗ്രി സാഹിത്യത്തിനുള്ള 2024 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാർക്കാണ്? ഡോഗ്രി സാഹിത്യത്തിനുള്ള 2024 സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാർക്കാണ്? ഓപ്ഷൻ ചമൻ അറോറ, രാജേന്ദ്ര യാദവ്, അഭിനവ് മുകുന്ദ്, രാജൻ ആനന്ദ്. ചമൻ അറോറ, രാജേന്ദ്ര യാദവ്, അഭിനവ് മുകുന്ദ്, രാജൻ ആനന്ദ്. കമന്റ് ചെയ്തെന്ന് വിചാരിക്കുകയാണ്. നോക്കാം. ചമൻ അറോറയാണ് ഉത്തരമായി വരുന്നത്. ഡോഗ്രി സാഹിത്യത്തിനുള്ള 2024 സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ചമൻ അറോറയാണ്. ഇതാ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ചമൻ അറോറ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ഇക് ഹോർ അശ്വത്ഥാമ എന്ന് പറയുന്ന കൃതിക്കാണ്, അതായത് ഇക് ഹോർ അശ്വത്ഥാമ എന്ന് പറയുന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മരണാനന്തര ബഹുമതിയായിട്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മരണാനന്തര ബഹുമതിയായിട്ടാണെന്ന് മനസ്സിലാക്കുക. ഡോഗ്രി സാഹിത്യത്തിനാണ്. ഇദ്ദേഹത്തിന്റെ കൃതി ചോദിച്ചാൽ ഇക് ഹോർ അശ്വത്ഥാമ എന്നാണ്. ഇക് ഹോർ അശ്വത്ഥാമ. ഓക്കെ, ഈ ഒരു പേര് അവിടെ പഠിച്ചു വെച്ചേക്ക്. ഇതാണ് ഇക് ഹോർ അശ്വത്ഥാമ എന്നാണ് ചമൻ അറോറയുടെ കൃതിയുടെ പേര്.
ഓക്കെ, അപ്പോൾ വ്യക്തമല്ലേ? ഡോഗ്രി സാഹിത്യത്തിനുള്ള 2024 സാഹിത്യ അക്കാദമി അവാർഡാണ് ചമൻ അറോറ. മറക്കരുത്, ചമൻ അറോറ എന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇങ്ങനെയാണ്, ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതാരാണ്? ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതാരാണ്? വിജേന്ദർ ഗുപ്ത, മമത ശർമ്മ, രേഖ ഗുപ്ത, വിനയ് സിംഗ്. വിജേന്ദർ ഗുപ്ത, മമത ശർമ്മ, രേഖ ഗുപ്ത, വിനയ് സിംഗ്. ആരാണ്? ഉത്തരം കമന്റ് ചെയ്യൂ. ഉത്തരം എന്ന് പറയുന്നത് രേഖ ഗുപ്തയാണ്. ആരാണ്? രേഖ ഗുപ്തയാണ് ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഈ കാണുന്ന വ്യക്തിയാണ് രേഖ ഗുപ്ത എന്ന് പറയുന്നത്. അപ്പൊ ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രിയെ അധികാരമേറ്റത് രേഖ ഗുപ്തയാണ്. ഇവിടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ്. അതായത് ഡൽഹിയുടെ 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത. 4ാമത്തെ വനിതാ മുഖ്യമന്ത്രി. ഒന്നാമത്തത് സുഷമ സ്വരാജ്, 2 ഷീല ദീക്ഷിത്, പിന്നെ ഏറ്റവും അവസാനം അതിഷി മർലേനയും. സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി മർലേന. അത് 4ാമതായിട്ട് രേഖ ഗുപ്ത. ഓക്കെ, പേര് മറക്കരുത്. ഡൽഹിക്ക് 4 മുഖ്യമന്ത്രിമാരാണ് വനിതകളായിട്ടുണ്ടായിരുന്നത്. ഒന്ന് സുഷമ സ്വരാജ്, പിന്നെ ഷീല ദീക്ഷിത്, പിന്നെ അതിഷി മർലേന, പിന്നെ ഇപ്പോൾ രേഖ ഗുപ്തയും. ഓക്കെ, അപ്പൊ ഇത് കൃത്യമല്ലേ? കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. എടാ, ആരാണ് പുതിയ ഡെപ്യൂട്ടി CM, അതായത് ചീഫ് മിനിസ്റ്റർ? ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ആരാണെന്ന് ചോദിച്ചാൽ പർവേഷ് ശർമ്മയാണ്. ആരാണ്? പർവേഷ് ശർമ്മ. ഉപമുഖ്യമന്ത്രിയായി നിയമിതനായിരിക്കുന്നത് പർവേഷ് ശർമ്മയാണ് എന്ന് മനസ്സിലാക്കുക. ആരാണ് പ്രതിപക്ഷ നേതാവ്? ഡൽഹിയുടെ പുതിയ പ്രതിപക്ഷ നേതാവ് ചോദിച്ചാൽ അത് മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന അതിഷി മർലേന. ആരാണ്? അതിഷി മർലേനയാണ്. മുൻപ് മുഖ്യമന്ത്രിയായിരുന്ന അതിഷി മർലേനയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ്. ആരാണ് ഡൽഹി നിയമസഭയുടെ പുതിയ സ്പീക്കർ എന്ന് ചോദിച്ചാൽ മഹീന്ദർ സിംഗ് ദിർ ആണ്. മഹീന്ദർ സിംഗ് ദിർ. ഓക്കെ, അപ്പൊ ഡൽഹിയുമായി ബന്ധപ്പെട്ട് കൃത്യമായി പഠിച്ചു വെക്കുക. ഇപ്പോഴത്തെ മുഖ്യമന്ത്രി രേഖ ഗുപ്തയാണ്. 4 വനിതാ മുഖ്യമന്ത്രിമാരാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. അതിൽ ഒന്ന് സുഷമ സ്വരാജ്, ഷീല ദീക്ഷിത്, അതിഷി മർലേന, പിന്നെ രേഖ ഗുപ്തയുമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കുക. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത കൂടിയ ഒരു ഏരിയയാണ്. അടുത്തൊരു ചോദ്യം എങ്ങനെയാണ്? ബ്രിക്സിന്റെ യൂത്ത് എന്റർപ്രീനർഷിപ്പ് സമ്മിറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ബ്രിക്സിന്റെ യൂത്ത് എന്റർപ്രീനർഷിപ്പ് സമ്മിറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ: റഷ്യയുണ്ട്, ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, ബ്രസീലുണ്ട്. റഷ്യ, ഇന്ത്യ, ചൈന, ബ്രസീൽ. ആരാണ് ആതിഥേയത്വം വഹിക്കുന്നത്? ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയാണ് ബ്രിക്സിന്റെ യൂത്ത് എന്റർപ്രീനർഷിപ്പ് സമ്മിറ്റിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം എന്ന് പറയുന്നത്. ഓക്കെ, ആരാണ്? ഇന്ത്യയാണ്. മാർച്ച് ഇപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർച്ച് 3 മുതൽ 7 വരെയാണ് ഈ ഒരു സമ്മിറ്റ് നടക്കുന്നത്. ഈ ഒരു സമ്മിറ്റ് 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെ, 2025 മാർച്ച് 3 മുതൽ 7 വരെയാണ് ഈ ഒരു സമ്മിറ്റ് നടക്കുന്നത്. ഇതിന്റെ തീം ചോദിച്ചാൽ സുസ്ഥിര വളർച്ചയ്ക്കുള്ള യുവ സംരംഭകത്വം എന്നതാണ്. സുസ്ഥിര വളർച്ചയ്ക്കുള്ള യുവ സംരംഭകത്വം എന്നതാണ് ഈ 2025 തീം എന്ന് പറയുന്നത്. ഇതിന്റെ ബ്രിക്സ് യൂത്ത് എന്റർപ്രീനർഷിപ്പ് സമ്മിറ്റിന്റെ ഒരു തീം എന്ന് പറയുന്നത് സുസ്ഥിര വളർച്ചയ്ക്കുള്ള യുവ സംരംഭകത്വം എന്നതാണ്. ഓക്കെ, അപ്പൊ നടക്കുന്നത് 2025 എവിടെയാണ്? ഇന്ത്യയാണ് ഇതിന്റെ ആതിഥേയത്വ രാജ്യം എന്ന് പറയുന്നത്. ഇതാണ് ഇന്ത്യ. ഓക്കെ, കൃത്യമായി തന്നെ അത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 7ാമത്തെ ചോദ്യം എങ്ങനെയാണ്? മൗണ്ട് തരാനാക്കിയെ നിയമത്തിന് കീഴിലുള്ള വ്യക്തിയായി അംഗീകരിച്ച ആദ്യത്തെ രാജ്യം. മൗണ്ട് തരാനാക്കിയെ നിയമത്തിന് കീഴിലുള്ള വ്യക്തിയായി അംഗീകരിച്ച ആദ്യത്തെ രാജ്യം ഏതാണ്? ജപ്പാൻ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ്. ജപ്പാൻ, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ന്യൂസിലാൻഡ്. ഏതാണ് ആ രാജ്യം? ആ രാജ്യം എന്ന് പറയുന്നത് ന്യൂസിലാൻഡ് ആണ്. ഏതാണ്? ന്യൂസിലാൻഡ് ആണ് ആ രാജ്യം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. മൗണ്ട് തരാനാക്കിയെ നിയമത്തിന് കീഴിലുള്ള വ്യക്തിയെ അംഗീകരിച്ച ആദ്യത്തെ രാജ്യമാണ് ന്യൂസിലാൻഡ്. ഇതാണ് മൗണ്ട് തരാനാക്കി എന്ന് പറയുന്നത്. ഓക്കെ, തരാനാക്കി മൗഗ എന്നും അതുപോലെ തന്നെ മൗണ്ട് എഗ്മോണ്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. അതായത് മൗണ്ട് എഗ്മോണ്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ ഒരു വന്നുപോയതാണ്. ഓക്കെ, തരാനാക്കി മൗങ്ക എന്നറിയപ്പെടുന്നുണ്ട്. ഈ മൗണ്ട് തരാനാക്കി തന്നെ അറിയപ്പെടുന്നത് തരാനാക്കി മൗങ്ക എന്നും മൗണ്ട് എഗ്മോണ്ട് എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഈ 2 പേരുകൾ ഓർക്കുക. മൗണ്ട് എഗ്മോണ്ടും തരാനാക്കി മൗങ്കയും. ഇത് അറിയപ്പെടുന്നത് മൗണ്ട് തരാനാക്കി മറ്റൊരു രീതിയിൽ അറിയപ്പെടുന്നതാണ്. ഇതെന്ന് പറയുന്നത് വാങ്കുനായി നദിക്കും ടേ ഉറേവേര ദേശീയോദ്യാനത്തിനും ശേഷം ന്യൂസിലാൻഡിൽ വ്യക്തിഗത പദവി ലഭിക്കുന്ന 3ാമത്തെ പ്രകൃതിദത്ത സവിശേഷതയുള്ള പർവ്വതമാണ്
ഏത് നമ്മുടെ മൗണ്ട് തരാനാക്കി എന്ന് പറയുന്നത്. അതായത് ഇതിനു മുമ്പും വ്യക്തിഗത പദവി ന്യൂസിലാൻഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനു മുമ്പും വ്യക്തിഗത പദവി, അതായത് അവിടുത്തെ നദിയായ വാങ്കുനായി നദിക്ക് ഇതുപോലെ തന്നെ വ്യക്തിഗത പദവി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ടേ ഉറേവേര ദേശീയോദ്യാനത്തിനും വ്യക്തിഗത പദവി കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് രണ്ടും, വാങ്കുനായി നദിയും ടേ ഉറേവേര ദേശീയോദ്യാനം, ഇത് രണ്ടിനും ന്യൂസിലാൻഡ് മുൻപ് വ്യക്തിഗത പദവി കൊടുത്തതാണ്. മൂന്നാമതായി കൊടുത്തിരിക്കുന്നതാണ് മൗണ്ട് തരാനക്കിക്ക്, മൗണ്ട് തരാനക്കി. ഓക്കെ, അപ്പോൾ ഇത് വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കുക. ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത ഒരു ചോദ്യം തന്നെയാണ്. ന്യൂസിലാൻഡാണ്, എവിടെയാണ്? ന്യൂസിലാൻഡാണ്. മൗണ്ട് എഗ്മോണ്ട് എന്നും തരാനക്കി മൗങ്ക എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ആ ഒരു ഇതുകൂടി അവിടെ നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, എടാ അടുത്തൊരു ചോദ്യം, അതായത് 8ാമത്തെ ചോദ്യം എങ്ങനെയാണ്? ലാസ് വെഗാസിൽ നടന്ന മിസിസ് വേൾഡ് 2025 കിരീടം നേടിയ ആദ്യ കറുത്ത വർഗ്ഗക്കാരി ആരാണ്? ലാസ് വെഗാസിൽ നടന്ന മിസിസ് വേൾഡ് 2025 കിരീടം നേടിയ ആദ്യ കറുത്ത വർഗ്ഗക്കാരി ആരാണ്? ഷെഗോ ഗെയിലെ, സർഗം കൗശൽ, കാൻഡിസ് എബ്രഹാംസ്, മാർഗരറ്റ് ദീപം എന്നീ 4 പേരുകളാണ്. ഷെഗെ ഗെയിലെ, സർഗം കൗശൽ, കാൻഡിസ് എബ്രഹാംസ്, മാർഗരറ്റ് ദീപം. ആരാണ്? എടാ ഉത്തരം എന്ന് പറയുന്നത് ആരാണ്? ഷെഗോ ഗെയിലെയാണ്. ആരാണ്? ഷെഗോ ഗെയിലെയാണ് ഉത്തരം എന്ന് പറയുന്നത്. ദാ ഈ കാണുന്ന വ്യക്തിയാണ് ഷെഗോ ഗെയിലെ എന്ന് പറയുന്നത്. 2025 മിസിസ് വേൾഡ് കിരീടം നേടിയ വ്യക്തിയാണ് ഷെഗോ ഗെയിലെ, ദക്ഷിണാഫ്രിക്കക്കാരിയാണ്. ഓക്കെ, ദക്ഷിണാഫ്രിക്കയാണ് ഇദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത്. ഷെഗോ ഗെയിലെ മിസിസ് വേൾഡ് 2025. എടാ മിസിസ് വേൾഡ് 2025 എന്ന് പറയുന്നത് വിവാഹിതരായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സൗന്ദര്യ മത്സരമാണ്. വിവാഹിതരായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സൗന്ദര്യ മത്സരമാണ് മിസിസ് വേൾഡ് 2025. അല്ലെങ്കിൽ മിസിസ് വേൾഡ് എന്ന് പറയുന്നത് വിവാഹിതരായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സൗന്ദര്യ മത്സരമാണ്. ഓക്കെ, അവിടെ ഈ 2025 കിരീടം കിട്ടിയിരിക്കുന്നത് ഷെഗോ ഗെയിലെ എന്ന് പറയുന്ന ദക്ഷിണാഫ്രിക്കക്കാരിക്കാണ്. ഓക്കെ, ഇനി അവിടെ 2022 മിസിസ് വേൾഡ് കിരീടം നേടിയത് സർഗം കൗശലാണ്. ഇന്ത്യക്കാരിയായ സർഗം കൗശലിനാണ് 2022 മിസിസ് വേൾഡ് കിരീടം കിട്ടിയിരിക്കുന്നത്. ആർക്കാണ്? സർഗം കൗശൽ. അതുകൂടെ ഇതിന്റെ കൂടെ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എടാ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 9ാമത്തെ ചോദ്യം എങ്ങനെയാണ്? എടാ ഇന്ത്യയിലെ റാംസർ സൈറ്റുകളിലേക്ക് അടുത്തിടെ എത്ര പുതിയ സൈറ്റുകൾ ചേർത്തു? ഇന്ത്യയിലെ റാംസർ സൈറ്റുകളിലേക്ക് അടുത്തിടെ എത്ര പുതിയ സൈറ്റുകളാണ് ചേർത്തത് എന്നാണ്. ഓപ്ഷൻ 4 ഉണ്ട്, 5 ഉണ്ട്, 3 ഉണ്ട്, 2. 4, 5, 3, 2 ഏതാണ് ചേർത്തത്? ഉത്തരം കമന്റ് ചെയ്യുക. എടാ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഉത്തരം കമന്റ് ചെയ്തോ? യെസ്, ഉത്തരം കമന്റ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇതാ ഉത്തരം 4ആണ് ഇതിന്റെ ശരിയായ ഉത്തരം. 4 സൈറ്റുകളാണ് പുതുതായി ഇന്ത്യയിലെ റാംസർ സൈറ്റുകളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. എടാ അത് ഏതൊക്കെയാണെന്ന് വ്യക്തമായി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യയിലേക്ക് പുതുതായി 4 റാംസർ സൈറ്റുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതിൽ 2 എണ്ണം തമിഴ്നാട്ടിലാണ്. 2 എണ്ണം തമിഴ്നാട്ടിൽ. ഒന്ന് ശക്കരക്കോട്ടൈ പക്ഷി സങ്കേതം. ഏതാണ്? ശക്കരക്കോട്ടൈ പക്ഷി സങ്കേതം തമിഴ്നാട്. അതുപോലെ തന്നെ തേർത്തങ്കൽ പക്ഷി സങ്കേതം. ശക്കരക്കോട്ടൈ പക്ഷി സങ്കേതവും തേർത്തങ്കൽ പക്ഷി സങ്കേതവും രണ്ടും തമിഴ്നാട്ടിലാണ്. എടാ ഒന്നുകൂടെ, ശക്കരക്കോട്ടൈ പക്ഷി സങ്കേതം, തേർത്തങ്കൽ പക്ഷി സങ്കേതം രണ്ടും എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. അടുത്തത് സിക്കിമിലുള്ള ഗേജിയോപാൽരി തണ്ണീർത്തടം. ഗേജിയോപാൽരി തണ്ണീർത്തടമാണ് സിക്കിമിലാണ്. ഗേജിയോപാൽരി തണ്ണീർത്തടം സിക്കിം. അതുപോലെ തന്നെ ജാർഖണ്ഡിലെ ഉദ്വാ തടാകം ജാർഖണ്ഡ്. ഈ 4 സൈറ്റുകളാണ് പുതുതായി ആഡ് ചെയ്തിരിക്കുന്നത്. എടാ ഒന്നുകൂടെ നോക്കുക. ശക്കരക്കോട്ടൈ പക്ഷി സങ്കേതം തമിഴ്നാട്, തേർത്തങ്കൽ പക്ഷി സങ്കേതം തമിഴ്നാട്, ഗേജിയോപാൽരി തണ്ണീർത്തടം സിക്കിം, ഉദ്വാ തടാകം ജാർഖണ്ഡ്. എടാ ഇന്ത്യയിൽ ആകെ ഇതോടെ 89 റാംസാർ സൈറ്റുകളുണ്ട്. ഇന്ത്യയിൽ നിലവിൽ 89 റാംസാർ സൈറ്റുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ആകെ 89. അതിൽ ഏറ്റവും കൂടുതലുള്ളത് തമിഴ്നാട്ടിലാണ്. 20 റാംസാർ സൈറ്റുകളാണ് ഉള്ളത്. 20 റാംസാർ സൈറ്റുകളാണ് ഉള്ളത്. രണ്ടാമത് ഉത്തർപ്രദേശാണ് 10 എണ്ണം. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലും 2ാം സ്ഥാനത്ത് ഉത്തർപ്രദേശുമാണ് എന്ന് മനസ്സിലാക്കുക. ആകെ ഇന്ത്യയിൽ 89 റാംസാർ സൈറ്റുകളാണുള്ളത്. ഏറ്റവും അടുത്ത് 2025 എന്താണ് 4 റാംസാർ സൈറ്റുകൾ കൂടി ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ 4 എണ്ണമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. അടുത്ത ചോദ്യം എങ്ങനെയാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രാൻസ്പോർട്ട് പൈപ്പ് വികസിപ്പിച്ചതാരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രാൻസ്പോർട്ട് പൈപ്പ് വികസിപ്പിച്ചതാരാണ്? അദാനി ഗ്രൂപ്പ്, DRDO, ടാറ്റ സ്റ്റീൽ, ജിൻഡാൽ സ്റ്റീൽ. അദാനി ഗ്രൂപ്പ്, DRDO, ടാറ്റ സ്റ്റീൽ, ജിൻഡാൽ സ്റ്റീൽ. ആരാണ്?
ഉത്തരം പറ, ആരാണ്? അതേടാ, ഉത്തരം എന്ന് പറയുന്നത് ടാറ്റ സ്റ്റീലാണ്. ആരാണ്? ടാറ്റ സ്റ്റീലാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രാൻസ്പോർട്ട് പൈപ്പ് വികസിപ്പിച്ചിരിക്കുന്നത് ടാറ്റ സ്റ്റീലാണ്. ഇതാണ് ഹൈഡ്രജൻ ട്രാൻസ്പോർട്ട് പൈപ്പ് എന്ന് പറയുന്നത്. ഇത് വികസിപ്പിച്ചത് ടാറ്റ സ്റ്റീലാണ്. ടാറ്റ സ്റ്റീലാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ടാറ്റ സ്റ്റീലാണ്. ഓക്കെ അല്ലേ? എടാ, ഈ 10 ചോദ്യങ്ങളും നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. വ്യക്തമായി ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക. നമ്മൾ വരും ദിവസങ്ങളിൽ ചോദ്യങ്ങളുടെ എണ്ണം കൂട്ടും. നമ്മൾ ഡെമോ ക്ലാസ് പോലെയൊക്കെയാണ് നമ്മളിപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നിങ്ങൾക്ക് ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മികച്ച മെറ്റീരിയലുകൾ, ഏറ്റവും മികച്ച ക്ലാസ്സുകൾ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ വഴിയും അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ വഴിയും. അവിടെ ഹാജാസ് ക്ലാസ്സസ് എന്ന ടെലഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അവിടെ ഏറ്റവും കൂടുതലുള്ള മെറ്റീരിയൽസ്, ഏറ്റവും പുതിയ PSC അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. അതായത് നിങ്ങൾക്ക് വേണ്ട എല്ലാം അവിടെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഏറ്റവും പുതിയ ക്ലാസ്സുകളും ഏറ്റവും പുതിയ PSC അപ്ഡേറ്റുകളും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടെ, പിന്നെ നമ്മുടെ MEM സീരീസ് ഉണ്ട്, ഏറ്റവും വിജയകരമായി പോകുന്ന MEM സീരീസ്, മലയാളം, ഇംഗ്ലീഷ്, മാത്സ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. കൃത്യമായി നിങ്ങൾ അത് ഫോളോ ചെയ്ത് കാണാനും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.